നമസ്കാരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇന്നിപ്പോ ഗോവിന്ദ മാഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടു. ആ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം പാർട്ടി പതിവുകൾക്ക് വിപരീതമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായിട്ടുള്ള അണികളെ കൂടി കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായ സ്വരൂപണം കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവി സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ രത്നചുരുക്കമായി പറഞ്ഞു വെച്ച കാര്യം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് വ്യക്തിപരമായി എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാര്യം ഈ സന്ദർഭത്തിൽ അത് പറയേണ്ട കാര്യമാണ്. ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് ആധികാരികമായി പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, കാര്യം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പാർട്ടി അനുഭാവികളായിട്ടുള്ളവരുടെ പ്രതികരണങ്ങളാണ്. ഞാൻ ഒരു പാർട്ടി മെമ്പറല്ല, സജീവ പ്രവർത്തകനല്ല, കേവലം ഒരു അനുഭാവി മാത്രമാണ്. പ്രത്യേകിച്ച് ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിൽക്കുമ്പോൾ ഉൾപ്പെടെ അതിനകത്ത് നടക്കുന്ന ചില പ്രവണതകൾ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇടതുപക്ഷ ആശയത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് ഞാൻ ഒരു അനുഭാവിയായി മാറിയതാണ്. അങ്ങനെയാണ് സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് ആശയ സംവാദം നടത്താൻ തുടങ്ങിയത്. ആ ഒരു ചെറിയ കാലഘട്ടത്തിനിടയിൽ 3-4 വർഷത്തിനകത്തുള്ള കാലഘട്ടത്തിനിടയിൽ എനിക്ക് കേട്ട കുറെ അനുഭവങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കും. കാര്യം അസംതൃപ്തരായിട്ടുള്ള മനുഷ്യരാണ് ഒരുപാട് പേർ. ഒരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാർത്തകൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എന്നോട് വിളിച്ചിട്ട് അവർ പല പ്രശ്നങ്ങൾ, ഈ 10 വർഷത്തെ തുടർ ഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടനാ സംവിധാനം ചിതറിപ്പോയ കാര്യം ഒരുപക്ഷെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യമാണെന്ന് ഇന്നിപ്പോ ഗോവിന്ദൻ മാഷിന്റെ പ്രതികരണം കണ്ടപ്പോൾ തോന്നി. പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാലയളവിലെല്ലാം ഈ പലതരത്തിൽ കൃത്യമായി ആസൂത്രിതമായി പ്ലാനിങ്ങോടുകൂടി ഇടതുപക്ഷത്തിനെതിരെ ജനവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ പല പ്രശ്നങ്ങളും വാർത്താ മാധ്യമങ്ങൾക്കകത്തുള്ളവർ കൂടി ചേർന്ന് അവർ പ്ലാൻ ചെയ്തു കൊണ്ടുവരുന്ന വിഷയങ്ങളെ ലഘൂകരിച്ച് കണ്ടും ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അണികളുടെ വികാരം പോലും മനസ്സിലാക്കാതെ നേതൃത്വം പ്രതികരിച്ചിരുന്നിടത്ത് ഈ നേതൃത്വവും അണികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. നേതൃത്വത്തിലുള്ള എത്ര പേർക്കറിയാം സംസ്ഥാനത്ത് സംഘടനാ സംവിധാനം? ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ കണ്ട പാർട്ടി സംവിധാനവും ഇന്ന് കാണുന്ന പാർട്ടി സംവിധാനവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഘടനാപരമായിട്ട് പലയിടങ്ങളിലും അത് ശോഷിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം ആദ്യം നേതൃത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് DYFI എന്ന സംഘടന അത് പലയിടങ്ങളിലും യൂണിറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ പോയി എത്തിപ്പെട്ടിട്ടുണ്ട്. ഇത്രമാത്രം അത് ശോഷിച്ചിട്ടും സംഘടന സുശക്തമാണെന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും അബദ്ധജടിലമായിട്ടുള്ള ചിന്താഗതിയാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം പലയിടങ്ങളിലും സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെറും സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ഒരു ചടങ്ങ് തീർക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് ഇതങ്ങ് കാട്ടിക്കൂട്ടി വയ്ക്കുന്ന രീതിയിലേക്ക് അണികളും അല്ലെങ്കിൽ താഴേക്കിടയിലെ പ്രവർത്തകരൊക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ള റിയാലിറ്റി ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വലിയൊരു ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം പലരും അസംതൃപ്തരാണ്. എന്തുകൊണ്ട് അസംതൃപ്തരാകുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായ ഒരു മാറ്റം, കേരളത്തിലെ പല നേതാക്കന്മാരും മാധ്യമങ്ങളെ ഫേവർ ചെയ്ത് പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ തയ്യാറായിട്ടുള്ളവരാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു വരാതെ സേഫ് സോണിൽ നിന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഇടപെടുന്ന ശൈലിയിലേക്ക് ഇവർ മാറ്റപ്പെട്ടു. അതിനോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് അവരവരുടേതായിട്ടുള്ള സ്പേസ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അണികളെ സൃഷ്ടിക്കുന്നതിനുമാണ് പലരും ജാഗ്രത കാട്ടിയിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സംഭവിച്ചത് പലയിടങ്ങളിലും സംഘടനയിൽ അർഹതപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടത്ര സ്ഥാനങ്ങൾ കിട്ടാതെ പോയി എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ അസംതൃപ്തരായി നിരവധി പേർ ഈ സംഘടനയുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. 10 വർഷത്തിനിടയിൽ സംഘടനയിലെ നേതാക്കന്മാർ, ഈ നേതാക്കന്മാരുടെ ഒരു ശൈലിയെക്കുറിച്ച്
പറഞ്ഞാൽ പലപ്പോഴും മാധ്യമങ്ങൾ വിമർശിക്കുന്നതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനുഭാവിയാണ്. എൻ്റെ നാട്ടിൽ തന്നെ ഒരു അനുഭാവി എന്നുള്ള നിലയ്ക്ക് ഈ നേതാക്കന്മാരെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായിട്ടൊന്നും ബന്ധങ്ങളില്ലെങ്കിൽ പോലും സമീപനങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ ആ മനോഭാവങ്ങൾ, ആ ശൈലികളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങോട്ട് ദഹിക്കാത്തൊരു ശൈലിയാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം നമ്മൾ എന്തോ ഒരു സംഭവമാണെന്ന് സ്വയം ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങൾ, മനോഭാവങ്ങൾ, അങ്ങനെയുള്ളവർ ജനങ്ങളോട് അധികാരം ഞങ്ങളുടെ കൈവശമാണ് എന്ന മനോഭാവത്തിലൊക്കെ ഇടപെട്ടിരുന്ന ശൈലികൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പലരെയും ഇതിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ജനങ്ങളോട് സൗമ്യമായി പെരുമാറിയാൽ എന്താണ് കുഴപ്പം? നമ്മൾ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, ജനസേവനമാണ്. ജനസേവനം എന്നാൽ ജനങ്ങളോട് ദാർഢ്യ മനോഭാവത്തിൽ ഇടപെടുന്നതല്ല. ഞാനത് പിണറായി വിജയന്റെ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. താഴേക്കിടയിലെ പലരുടെയും മനോഭാവങ്ങളും സ്വഭാവങ്ങളും ജനങ്ങളോട് പെരുമാറുന്ന ഒരു ശൈലി എന്നൊക്കെ പറഞ്ഞാൽ ഇവർ മറ്റൊരു ധ്രുവത്തിൽ നിൽക്കുന്നവരാണ്. അവരോട് വന്ന് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴൊക്കെ ജനങ്ങൾക്ക് വിനയം വേണം, ബഹുമാനം വേണം. ഞങ്ങൾ കുറച്ച് വാക്കുകളെ പറയാറുള്ളൂ. കൂടുതൽ അവരുമായിട്ട് സംവദിക്കാനോ അവരെ കേൾക്കാനോ മനസ്സില്ലാത്ത രീതിയിലേക്ക് പോയിട്ടുള്ള പല നേതാക്കന്മാരുമുണ്ട്. ഒപ്പം തന്നെ സ്വന്തം പാർട്ടിയിലെ അണികളെടുത്ത് പോലും ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർക്കൊരു കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അവരോട് ഒരു കാര്യം കേട്ടതിന് ശേഷം ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നത്, അത് ഏത് മേഖലയിലാണെങ്കിൽ പോലും പ്രതികരിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ ശൈലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് നമ്മൾ ഏതൊരു വ്യക്തിയുടെ അടുത്ത് നിന്നൊരു കാര്യം പറയുമ്പോഴും അത് കേൾക്കാനുള്ള മനസ്ഥിതി ആദ്യം കാണിക്കുക. കേട്ടതിന് ശേഷം അതിനൊരു മറുപടി കൊടുക്കുന്നതിൽ പോലും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം മാനസികമായി ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വന്ന് പറഞ്ഞതിൽ അവർക്ക് തന്നെ അവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന നേതാക്കന്മാരുടെ ഒരു വലിയ ആൾക്കൂട്ടമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം സമൂഹത്തിലുള്ളവർ തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ജനങ്ങളുടെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവരോട് ഇടപെടേണ്ട ഒരു ശൈലി അടിയന്തരമായി മാറ്റേണ്ടത് തന്നെയാണ്. ജനകീയമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഗ്രൂപ്പിസം എന്നൊരു സംവിധാനമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നേതാക്കന്മാർക്ക് വേണ്ടി ഈ പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കിയിട്ട് അവരുടേതായിട്ടുള്ള ആൾക്കാരെ തിരികെ കയറ്റുക, അല്ലെങ്കിൽ ഒരു ഏരിയ സെക്രട്ടറി വരെയുള്ള തലത്തിലോ ലോക്കൽ സെക്രട്ടറിമാരെ കുറിച്ച് അത്ര ഏരിയ സെക്രട്ടറി ഒക്കെ ഉള്ള തലത്തിലൊക്കെ ചിലയിടത്തൊക്കെയുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരെയൊക്കെ ചെന്ന് കാണാനായിട്ട് എത്ര സമയം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തരം അവസ്ഥയാണ്? അതായത് താഴേക്കിടയിലെ ജനങ്ങളോട് വലിയ തോതിൽ മസിൽ പിടിച്ച് സംസാരിക്കുന്ന ഒരു ശൈലിയും, എന്നാൽ മുകളിലെ നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ഏറ്റവും വിനീതമായി പെരുമാറുന്ന രണ്ട് തരം സ്വഭാവങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പല പ്രമുഖ നേതാക്കന്മാർ, മീൻസ് ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ വെച്ച് പുലർത്തുന്നു എന്നുള്ളൊരു റിയാലിറ്റി കൂടിയുണ്ട്. ഇതൊക്കെ മാറേണ്ട സമയമായി. ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ പലരും വന്നിട്ട്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 30 വയസ്സ് 32 വയസ്സിലൊക്കെ താഴെയുള്ള പുതിയ കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐയിലൊക്കെ പ്രവർത്തിക്കേണ്ട പിള്ളേരൊക്കെ എന്തുകൊണ്ട് സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ അവരോട് കാട്ടുന്ന സമീപനങ്ങളാണ്. ഇപ്പോൾ ഒരു പ്രാദേശിക നേതാവിനെ സംബന്ധിക്കുന്നിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഓടിച്ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകണം. അത് ചെയ്യാൻ അവർക്ക് പ്രാദേശികമായിട്ടുള്ള, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ മറ്റ് സർക്കാർ സംവിധാനങ്ങളിലായിക്കോട്ടെ അവർക്ക് പ്രാദേശികമായിട്ടുള്ള ബന്ധമുണ്ടാകണം. പക്ഷേ 10 വർഷത്തിനിടയിൽ ഈ പ്രാദേശിക തലത്തിൽ പോലീസ് സ്റ്റേഷനുകളിലൊന്നും നേതാക്കന്മാർ പോയി ഇടപെടേണ്ട കാര്യമില്ല, പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ എന്ന തലത്തിൽ അവരിൽ ഇടപെടുന്ന കാര്യത്തിലൊക്കെ വലിയ പരിമിതി ഉണ്ടാക്കിയപ്പോൾ നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാര്യം ഒരു സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം അവൻ്റെ ഏത് പ്രശ്നം, ഇനിയിപ്പോൾ ഒരു മദ്യപിച്ച പ്രശ്നമാണെങ്കിൽ പോലും പോലീസുകാർ പിടിച്ചാൽ അവർക്ക് ആദ്യം ചെന്ന് പറയാൻ ആരായിരിക്കും ഉണ്ടാവുക? ഒരു പ്രാദേശിക നേതാവ് ഉണ്ടാവും. അവർക്ക് സ്റ്റേഷനകത്ത് വേണ്ടത്ര സ്വാധീനമില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മദ്യപിച്ചു എന്ന് പറയുന്ന വ്യക്തിയും ഒരു വോട്ടറാണല്ലോ, അല്ലേ? അവരെ സംബന്ധിക്കുന്നിടത്തോളം നമുക്ക് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വോട്ട് മാത്രം മതി, സ്വഭാവ ദൂഷ്യമുള്ളത് കൊണ്ട് നിങ്ങൾ ഇതിനോടൊപ്പം സഹകരിക്കേണ്ട എന്ന് പറയുന്നെങ്കിൽ, അങ്ങനെ ഈ സർക്കാർ തന്നെ വിതരണം ചെയ്യുന്ന സംവിധാനം വാങ്ങി കഴിക്കുന്ന മനുഷ്യർക്ക് പ്രാദേശികമായെങ്കിലും പോലും അവർക്ക് ഒരു പോലീസ് പിടിക്കപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ
കേസെടുത്ത് അല്ലെങ്കിൽ ഒരു പെറ്റി അടിച്ച് വിടൂ എന്ന് പറയിക്കാനെങ്കിൽ ഒരാളില്ലെങ്കിൽ എന്ന് പറയുന്നത് ആ സ്പേസിനെ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്പെടുത്തുന്നു. സ്വാധീനമില്ലെങ്കിൽ പോലും അവരോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് സ്റ്റേഷനിൽ ചെല്ലുകയോ ഒന്ന് വിളിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വിശ്വാസ്യത അപ്പുറത്തെ ഇടങ്ങളിലേക്ക് പോവുകയാണ്. ഇവരടുത്ത് പോയാൽ ഒന്നും നടക്കില്ല. ഇങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ വയ്ക്കുക, അല്ലെങ്കിൽ നേതാക്കന്മാരെ കാണാൻ പോലും സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർക്ക് പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. താഴേക്കിടയിൽ നിന്നൊരു സിസ്റ്റമൊക്കെ വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്, എല്ലാവരും ഇടിച്ചു കയറേണ്ട കാര്യമില്ല. പക്ഷെ താഴേക്കിടയിൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും മോശമായിട്ട് നേതാക്കന്മാരിൽ നിന്നും പെരുമാറ്റം ഉണ്ടാവുകയോ അവരുടെ ഭാഗത്ത് നീതി ഉറപ്പിക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അല്ലെങ്കിൽ പ്രബല വിഭാഗക്കാരാണ് അവരെല്ലാം കൂടി ചേർന്ന ഒരു പ്രവർത്തകനോട് ഏറ്റവും മോശമായിട്ട് ബിഹേവ് ചെയ്താൽ അയാൾക്ക് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നടപടിയും ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാവുക. പ്രബല ഗ്രൂപ്പുകാരോടൊപ്പം തന്നെ സംവിധാനങ്ങൾ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ പ്രബല ഗ്രൂപ്പുകാർ പാർട്ടിക്കകത്ത് സ്വാധീനവും ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്തവരുമായി മാറുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കപ്പെടുകയും എന്നാൽ അണികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തികളെ തഴയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രസ്ഥാനത്തിനകത്ത് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാകും, അവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകില്ല. അവർ എല്ലാ കാലത്തും ഇതിനോടൊപ്പം ഉണ്ടായാൽ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അവർ മാത്രമേ എല്ലാ കാലത്തും ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിപ്പെടുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ഒരു ചടങ്ങായിട്ടല്ല നടത്തേണ്ടത്. ഈ പാർട്ടിയുടെ നാഡീ ഞരമ്പുകൾ ഇവിടുത്തെ താഴേക്കിടയിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അണികൾ തന്നെയാണ്. അവരുടെ കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക. അത് കേൾക്കാൻ നിങ്ങൾക്ക് മനോഭാവം ഉണ്ടായില്ലെങ്കിൽ, സഹിഷ്ണുത ഉണ്ടായില്ലെങ്കിൽ, നിങ്ങൾ അവർ പറയുന്ന വിമർശനങ്ങളെ മുഴുവൻ കേട്ടുകൊണ്ട്, അത് ജില്ലാ കമ്മിറ്റി ആയിക്കോട്ടെ ഏത് ഘടകമായിക്കോട്ടെ, അവർ പറയുന്നതിനെ താഴേക്കിടയിൽ പോയി കേട്ടതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ അസംതൃപ്തരായി, എന്തുകൊണ്ട് ചിലരൊക്കെ പിണങ്ങിപ്പോയി, അത്തരം മനുഷ്യരെ കൂടി കേൾക്കാൻ തയ്യാറാകുമ്പോൾ എന്താണ് ഈ പാർട്ടിക്ക് 10 വർഷത്തിനിടയിൽ ഈ അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ നേതാക്കന്മാരുടെയൊക്കെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ സംഘടനാ തലത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ തരത്തിലുള്ള ശോഷിപ്പുകൾക്ക് എന്തൊക്കെ കാരണമായിട്ടുണ്ട്, അതിന് കാരണക്കാരായവരെ റെക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം പാർട്ടിയെ താഴേക്കിടയിൽ നിന്ന് ഉടച്ചു വാർത്തുകൊണ്ട് ചില ബിംബങ്ങളെയൊക്കെ ഉടച്ചു കളഞ്ഞതിന് ശേഷം അവിടങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ ശേഷിയുള്ളവരെയൊക്കെ കൃത്യമായി പോസ്റ്റ് ചെയ്ത് താഴേക്കിട തൊട്ട് ഈ ജില്ലാ കമ്മിറ്റി വരെ എല്ലായിടങ്ങളിലും ഒരു അഴിച്ചുപണി നടത്തി അല്ലെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തി ഒന്നേന്ന് സംഘടനകളുടെ ഈ നാഡീഞരമ്പുകളിലേക്കുള്ള ആ രക്തപ്രവാഹമുണ്ടല്ലോ, എങ്ങനെ ആ ചുടുചോര ഒഴുകാൻ പറ്റുന്ന രീതിയിലുള്ള ഊർജ്ജസ്വലതകൾ കടന്നു വന്നില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ദയനീയമാകും. പാർട്ടിയുടെ അണികളുടെ വികാരം എന്താണെന്ന് പയ്യന്നൂരും തളിപ്പറമ്പിലും നമ്മൾ കണ്ടതാണ്. കാര്യം ഈ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ വ്യക്തി പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഈ പാർട്ടിക്കൊപ്പം നിൽക്കേണ്ടത്? ചില താല്പര്യങ്ങളല്ല, അല്ലെങ്കിൽ ചില വ്യക്തികളല്ല, അതിനപ്പുറത്തേക്ക് താഴേക്കിടയിലെ അണികളാണ് ഈ സംഘടനയെ നിലനിർത്തുന്നതെന്നും അവർ ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ സംഘടന ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തിരിച്ചറിയണം. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കലുകളല്ല വേണ്ടത്, അവരെ കേൾക്കുക. അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തെ പോലെ മാടമ്പി മനസ്സുമായിട്ട് ഞാൻ അങ്ങോട്ട് പറയും നീ കേട്ടോളണം എന്ന രീതിയൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ആവർത്തിച്ചു പറയുന്നു. പിണറായി വിജയൻ എന്ന വ്യക്തിയെക്കുറിച്ചല്ല പറഞ്ഞത്, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ. കാര്യം ആ വ്യക്തിയെ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ആയിരുന്നു, ലീഡർ ആയിരുന്നു. എന്തുകൊണ്ട് മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആനയെ തകർക്കണമെങ്കിൽ, ആനയെ മറിക്കണമെങ്കിൽ അതിൻ്റെ മസ്തകത്തിൽ തന്നെ അടിക്കണം. അതുകൊണ്ട് അവർ മസ്തകത്തെ വളരെ ആസൂത്രിതമായി അടിച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് സംഘടന ഒന്നിച്ചു വീണു. ആ അടിയേൽക്കുന്ന സന്ദർഭത്തിൽ അത് എനിക്കല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് ഒഴിഞ്ഞു നിന്നവരും അവിടെ പ്രതിരോധം തീർക്കാതെ അതിനെ വിശ്വസിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ച് ആ വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ വേട്ടയാടിയ സന്ദർഭങ്ങളിൽ നിശബ്ദരായവരെല്ലാം ഇപ്പോൾ ശബ്ദവുമായി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കുറവുകളില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ എന്ത് കാര്യത്തിനും മറ്റുള്ളവരുടെ മുന്നിൽ ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ സർവകാല വിജ്ഞാനം എന്നുള്ള മനോഭാവം അത് അവസാനിക്കേണ്ട കാലമായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്.